ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് കുടുംബവിളക്ക് സീരിയലിന്റെ നാളത്തെ സൂപ്പർ ഹിറ്റ് കഥയും ഒക്കെ ആയിട്ടാണ്. അപ്പൊ നമുക്ക് നേരെ സുമിത്രയുടെയും സിദ്ധുവിന്റെയും നാളത്തെ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ കഥ തുടങ്ങുമ്പോൾ നമ്മളെ കാണിക്കുന്നത് അപ്പു ആണെങ്കിൽ ജോലിക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അപ്പൊ അവൻ ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്താണെങ്കിലോ അപ്പുവിന് കഴിക്കാനുള്ള ടിഫിനും ഒക്കെ ആയിട്ട് ചിത്ര അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പൊ ചിത്ര പറയുന്നുണ്ട്, മോനെതേ നീ എന്തായാലും ഭക്ഷണം ഒന്നും ഇനി പുറത്തുനിന്ന് കഴിക്കണ്ട, അമ്മ തന്നു വിടുന്നതൊക്കെ കഴിച്ചാൽ മതിയെന്നും പറഞ്ഞ് വളരെ സ്നേഹത്തോടു കൂടി അപ്പുവിന്റെ കയ്യിൽ ടിഫിൻ ബോക്സ് വെച്ച് കൊടുക്കുന്ന സമയത്താണെങ്കിലോ വെളിയിൽ നിന്നും ഒരാൾ വിളിക്കുകയാണ്. ഹായ് അപ്പു മോനെ എന്നും പറഞ്ഞ് വിളിക്കുക. അപ്പൊ ഇത് കേൾക്കുമ്പോഴത്തേക്കിനും അപ്പു ആണെങ്കിലോ ഇതാരാണെന്ന് മനസ്സിലാകാതെ പുള്ളിക്കാരനോട് തിരിച്ച് ഹായ് പറയാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കിനും ചിത്രയും വന്ന് നോക്കിയിട്ടോ. നോക്കുമ്പം അവൾക്കും പിടികിട്ടിയില്ല ഇതാരാണ് എന്നുള്ള കാര്യം. അങ്ങനെ അയാൾ സ്വന്തമായിട്ട് പുള്ളിക്കാരനെ പരിചയപ്പെടുത്തുകയാണ്. ദീപു പറഞ്ഞതനുസരിച്ച് വന്നിരിക്കുന്ന ഒരു ബ്രോക്കറാണ്. അപ്പൊ നമ്മുടെ അപ്പുവിന് കല്യാണാലോചനയൊക്കെ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ആ ബ്രോക്കറെ കാണുമ്പോഴത്തേക്കിനും അപ്പുവിന് ശരിക്കും ദേഷ്യം വന്നോട്ടോ. മോന്റെ അച്ഛൻ പറഞ്ഞിട്ടാണ്, ദേ ചേട്ടന്റെ കയ്യിലുണ്ടല്ലോ അത്യാവശ്യം കൊള്ളാവുന്ന വീട്ടിലെ കുറച്ച് പെൺപിള്ളേരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് മോന് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം, നമുക്ക് പോയി കാണാം, നല്ല ബന്ധങ്ങൾ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് ഇയാൾ വലിയ കാര്യത്തിന് സംസാരിക്കുമ്പം അപ്പു ആണെങ്കിലോ അമ്മേ ദേ അച്ഛനോട് പറഞ്ഞേക്ക് എനിക്ക് മറ്റു കല്യാണ ആലോചന നടത്തേണ്ട എന്നുള്ള കാര്യം അച്ഛൻ്റെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞതാണ്. ഈ അപ്പുവിന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും പൂജ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യമൊക്കെ പറയും. അങ്ങനെ ഇവര് തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം അങ്ങോട്ടേക്ക് ദീപു വരികയാണ്. ദീപു വന്ന പാടെ തന്നെ താൻ വന്നോ, എന്തൊക്കെയുണ്ട് വിശേഷം, ഞാൻ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ബ്രോക്കർ പറയുന്നുണ്ട്, സാറ് പറഞ്ഞതനുസരിച്ചിട്ടുള്ള ഗുണഗണങ്ങളൊക്കെ ഉള്ള പെണ്ണുങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. സാറിന് മോന് കല്യാണത്തോട് വലിയ താല്പര്യമില്ലാന്ന് തോന്നുന്നു, മോനാണെങ്കിൽ എന്തോ ഇഷ്ടക്കേട് പോലെയാണല്ലോ സംസാരിക്കുന്നതെന്ന് പറയുമ്പം ചിത്രയ്ക്കും വലിയ താല്പര്യമില്ലാതെ ചിത്രയാണെങ്കിൽ അകത്തോട്ട് കയറി പോവാണ്. അപ്പൊ അപ്പു ആണെങ്കിൽ അമ്മ ഞാൻ പോവാണ് കേട്ടോ എന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങുകയാണ്. അപ്പൊ ഈ സമയത്താണെങ്കിലോ ദീപു പറയുന്നുണ്ട്, അവന് ചെറിയ ഇഷ്ടക്കേടൊക്കെ ഉണ്ടോ, പിന്നെ നമുക്കത് പറഞ്ഞ് പരിഹരിക്കാം, അതുകൊണ്ട് തന്നെ താൻ പറ്റിയൊരു ബന്ധം തന്നെ കൊണ്ടുവന്നോളൂ എന്ന് പറയുമ്പം അതൊക്കെ ഞാൻ ഏറ്റു, എന്തായാലും ഞാൻ കുറച്ച് പെണ്ണുങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ട് പോവാം, നിങ്ങൾ നോക്കിയിട്ട് പറ്റുന്നതാണെങ്കിൽ നടത്താമെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ അവിടുന്ന് പോരുക കേട്ടോ. അപ്പൊ ഈ സമയത്താണെങ്കിലോ നമ്മുടെ സിദ്ധാർത്ഥും സുമിത്രയും ശീതളും ഒക്കെ കൂടി സംസാരിക്കുകയാണ്. അപ്പൊ അനിരുദ്ധ് പറയുന്നുണ്ട്, അച്ഛ ഞാൻ വിചാരിച്ചതുപോലെയൊന്നും അല്ലായിരുന്നു കാര്യങ്ങള്, അച്ഛനോട് ഞാൻ ഒരുപാട് മോശമായിട്ടാണ് പെരുമാറിയത്, അച്ഛൻ ഇങ്ങനെയുള്ളൊരു സർപ്രൈസ് ഒരുക്കി വെച്ചിരിക്കുന്ന കാര്യമൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ, എന്തായാലും എനിക്ക് എൻ്റെ അമ്മയെ തിരികെ കിട്ടി, എനിക്ക് എൻ്റെ കുടുംബം തന്നെയാണ് തിരികെ ലഭിച്ചിരിക്കുന്നത്, എനിക്ക് ഒരുപാട് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞ് അനിരുദ്ധ് കാര്യങ്ങൾ പറയുമ്പം നമ്മുടെ സിദ്ധു ചോദിക്കുന്നുണ്ട്, അല്ല മോനെ എന്തിനാണ് ദീപു നിന്നോട് അങ്ങനെ ഒരു കള്ളത്തരം പറഞ്ഞത്, അത് അയാളോട് തന്നെ തിരക്കേണ്ടി വരും അച്ഛാ, അയാൾ എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടായിരിക്കും. അപ്പം ഇവർക്ക് തങ്ങളിലുള്ള ആ ഒരു സംശയങ്ങളും കാര്യങ്ങളും ഇവർ പരസ്പരം പങ്കുവയ്ക്കുകയാണ്. അപ്പൊ സുമിത്ര വന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും ദീപുവിന് രഞ്ജിതയും ഒക്കെ ആയിട്ട് എന്തൊക്കെയോ ചുറ്റിക്കളികളൊക്കെ ഉണ്ട്, അത് മാത്രമല്ല പരമശിവവും ദീപുവും ഒക്കെ തമ്മിൽ നല്ല ബന്ധത്തിലാണ് എന്നുള്ള കാര്യമൊക്കെ സുമിത്ര പറയുമ്പോൾ നമ്മുടെ സിദ്ധാർത്ഥാണെങ്കിൽ ഇങ്ങനെ ആലോചിക്കുക കേട്ടോ, ഇവന് തൻ്റെ സ്ഥലം നമ്മുടെ ശ്രീനിലയെ നഷ്ടപ്പെടാനായിട്ട് അതിൽ കളിച്ചത് ദീപവും കൂടി ചേർന്നിട്ടാണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്ന് സിദ്ധുവും പറയുമ്പോഴത്തേക്കിനും പിന്നെ പൂർത്തിയായി. എന്തായാലും അങ്കിളിനെ ചോദ്യം ചെയ്തിട്ട് തന്നെ ബാക്കി കാര്യമെന്ന് പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിക്കുമ്പം നമ്മുടെ ശീതൾ വന്നിട്ട് പറയുന്നുണ്ട്, പൂജ ഒരു കാര്യം എന്നോട് ഇതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൂജ പറഞ്ഞത് ശരിയാണെങ്കിൽ ഉറപ്പായിട്ടും രഞ്ജിത ആൻറ്റിയുടെ വീട്ടിൽ ഇതുപോലെ ദീപങ്ങൾ ചെല്ലാറുണ്ടെന്നും അവർ തങ്ങളിൽ ഫോൺ ചെയ്യാറുണ്ട് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ഉറപ്പായിട്ടും രഞ്ജിത ആൻറ്റിയും അതുപോലെ തന്നെ ദീപങ്ങളും പരമശിവവും ഒക്കെ തമ്മിൽ കണക്ഷൻ ഉണ്ട് എന്ന് തന്നെയാണ് അമ്മ വിശ്വസിക്കേണ്ടത്, അതുകൊണ്ട് അങ്കിളിനെ ഒന്ന് ചോദ്യം ചെയ്താൽ അറിയാം എന്തിനാണ് അങ്കിൾ ഇങ്ങനെ ഒരു ചതി അമ്മയോട് ചെയ്തത് എന്നുള്ള കാര്യം എന്നൊക്കെ ഇവള് പറയാണ്. അപ്പൊ ഉടനെ തന്നെ ഇതൊക്കെ കേൾക്കുന്ന അനിരുദ്ധ് പറയുന്നുണ്ട്, അതെ എനിക്കൊരു കാര്യം പറയാനുണ്ട്, എത്രയൊക്കെ വന്നാലും ദീപങ്ങള് അമ്മയോട് ചെയ്തത് ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ്, അങ്ങേര് എന്തൊക്കെ നുണയാണ് എന്നോട് പറഞ്ഞത്, വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ അമ്മ മരിച്ചുപോയി എന്ന്, എൻ്റെ ജീവിച്ചിരിക്കുന്ന അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ബലിയിടേണ്ട അവസ്ഥ വരെ വന്നില്ലേ, അതിനെല്ലാം കാരണക്കാരൻ അങ്ങേര് മാത്രമാണ്, അതുകൊണ്ട് അയാളെ അങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നും പറഞ്ഞ് ഇവൻ ഇങ്ങനെ ദേഷ്യത്തിൽ നിൽക്കുമ്പോൾ സുമിത്ര പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. അനിരുദ്ധാണെങ്കിലോ ഈ സമാധാനിപ്പിക്കലിലൊന്നും ആശ്വസിക്കാനായിട്ട് അവന് ഒട്ടും പറ്റുന്നില്ല. അവൻ സുമിത്രയും കൂട്ടിതാ നമ്മുടെ ദീപുവിന്റെ വീട്ടിലേക്ക് പുറപ്പെടുകയാണ്. അപ്പൊ ഈ സമയത്താണെങ്കിലോ ദീപു ആണെങ്കിൽ
വീട്ടിലുണ്ട് കേട്ടോ. അപ്പൊ ചിത്രയാണെങ്കിലോ, ചിത്ര കിച്ചണിൽ കുറച്ച് പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനുമാണ് അനിരുദ്ധ് അമ്മയെ വെളിയിൽ ഇരുത്തിയിട്ടാണ് അനിരുദ്ധ് വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കിനും ദീപു ആണെങ്കിലോ നിന്ന് പരക്കം പായാണ്. ഇവനിപ്പോ എന്തിനാണാവോ ഇങ്ങോട്ട് വന്നത്, ഇവിടെ ചിത്രയുണ്ടല്ലോ എന്നുള്ള പേടിയാണ് ദീപുവിനുള്ളത്. അപ്പൊ ദീപു നിന്ന് വട്ടം കറങ്ങുന്ന ആ ഒരു സമയത്ത് നമ്മുടെ അനിരുദ്ധ് ചോദിക്കുന്നുണ്ട്, എന്താ ദീപുങ്ങളെ അങ്കിളിനൊരു ടെൻഷൻ ഉള്ളതുപോലെ, എന്തുണ്ടെങ്കിലേ വിശേഷം? അമ്മയ്ക്ക് അന്ന് ബലിയിടാൻ വന്നപ്പോഴത്തേക്കിനും ക്ഷേത്രത്തിൽ വെച്ച് കണ്ടതാണല്ലോ അങ്കിളിനെ. അല്ല നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുകയാണ് ദീപു. വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, ഇവിടെ അടുത്ത് വരെ വന്നത് കൊണ്ട് അങ്കിളിനെയും ഫാമിലിയെയും ഒക്കെ കണ്ടിട്ട് പോവാന്ന് വിചാരിച്ച് കയറിയതാണെന്നും പറഞ്ഞ് ഇവൻ നൈസായിട്ട് ദീപുവിനെ അവിടെ അങ്ങ് പിടിച്ചിരുത്തുകയാണ്. അപ്പോഴാണെങ്കിലും ചിത്ര ഈ ഒച്ചയൊക്കെ കേട്ടിട്ട് ചിത്ര അങ്ങോട്ട് വരിക കേട്ടോ. വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞാൽ അനിരുദ്ധ് ഇരിക്കുന്ന കാഴ്ചയാണ്. മോനെ അനി, എന്നാ ഉണ്ടടാ വിശേഷം, എത്ര കാലമായി കണ്ടിട്ടെന്നൊക്കെ പറഞ്ഞ് അനിരുദ്ധിന്റെ അടുത്ത് ചിത്ര വളരെ സ്നേഹത്തിൽ സംസാരിക്കുമ്പോഴത്തേക്കിനും അമ്മായിക്കുള്ള സ്നേഹം പോലും സ്വന്തം അമ്മാവനില്ല എന്നുള്ള കാര്യം അനിരുദ്ധ് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. മോനെ നീ എന്നാ എത്തിയത്, നീ നാട്ടിലെത്തിയിട്ട് ഒരുപാടായോ എന്ന് ചോദിക്കുമ്പം അനിരുദ്ധ് പറയുന്നുണ്ട്, ആന്റി ഞാൻ നാട്ടിലെത്തിയിട്ട് കുറച്ച് മാസങ്ങളൊക്കെ ആയി. ഞാൻ ഇവിടെ വന്ന സമയത്ത് ആന്റിയും അപ്പുവും ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. അങ്കിള് പറഞ്ഞത് നിങ്ങൾ എവിടെയൊക്കെയോ പോയിരിക്കുകയാണ്, വരുമ്പം അന്വേഷണം പറയാന്നൊക്കെയാണ്. എന്നിട്ട് അങ്കിള് പറഞ്ഞില്ലേന്ന് ചോദിക്കുമ്പം ഈ മനുഷ്യൻ പല കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് മോനെ നടക്കുന്നത്, അങ്ങേര് ഓർത്ത് കാണില്ല. അല്ലെങ്കിൽ എന്നോട് പറഞ്ഞേനെന്നും പറഞ്ഞ് ചിത്ര മോന് കാപ്പി എടുക്കാന്നും പറഞ്ഞ് പുള്ളിക്കാരി അടുക്കളയിലേക്ക് പോകുമ്പോഴത്തേക്കിനും അനിരുദ്ധ് നമ്മുടെ ദീപുവിനെ കൊടയാൻ തുടങ്ങി. അപ്പൊ ദീപുവിനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ അങ്കിളെ ഇത്രയധികം നുണകൾ പറഞ്ഞ് അങ്കിൾ എന്ത് നേട്ടത്തിന് വേണ്ടിയിട്ടാണ് എന്ന് ചോദിക്കുമ്പം, മോനെ അനി നീ എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നത്, നീ എന്താ എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് പറയുമ്പം, അതെ സത്യങ്ങളെല്ലാം മനസ്സിലാക്കി തന്നെയാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചോദിക്കുന്നത്. അങ്കിൾ എന്ത് നേട്ടത്തിന്റെ പേരിലാണ് താൻ എൻ്റെ കുടുംബം എന്നോട് ഏറ്റവും വലിയൊരു നുണ പറഞ്ഞത്? എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട അനിയനല്ലായിരുന്നു താനെന്നും ചോദിച്ച് അനിരുദ്ധ് നമ്മുടെ ദീപുവിന്റെ ഷർട്ടിനിങ്ങനെ കുത്തി പിടിക്കുകയാണ്. അപ്പൊ പിടിച്ചപ്പം ദീപു ആണെങ്കിലോ, എൻ്റെ പൊന്നു മോനെ നീ അലമ്പുണ്ടാക്കരുത് ദയവ് ചെയ്ത്, ചിത്രയും അപ്പോ ഒന്നും കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല, അവരറിഞ്ഞു കഴിഞ്ഞാൽ വിഷയമാവും, അതുകൊണ്ട് നീ എന്നെ ഇത്തവണ വെറുതെ വിട്, എനിക്ക് പറ്റിപ്പോയതാടാന്നൊക്കെ പറഞ്ഞ് ദീപു രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടെങ്കിലും അനിരുദ്ധ് പിടിവിടുന്നില്ല. അനി നല്ല അടിയടിക്കുന്ന കാഴ്ച കണ്ടോണ്ടാണ് നമ്മുടെ ചിത്ര അങ്ങോട്ട് വരുന്നത്. അപ്പൊ ചിത്ര പറയുന്നുണ്ട്, മോനെ നീ എന്താ ഈ കാണിക്കുന്നത്? ആന്റിക്ക് അറിയാവോ ഇയാൾ എന്ത് ചതിയാ എന്നോട് ചെയ്തതെന്ന്? വർഷങ്ങൾക്ക് മുന്നേ ഞാൻ എൻ്റെ അമ്മയെ അന്വേഷിച്ച് നാട്ടിൽ വന്നതാണ്. എൻ്റെ അമ്മ മരിച്ചുപോയി എന്നുള്ള കാര്യമാണ് ഇയാൾ എന്നെ പറഞ്ഞ് ധരിപ്പിച്ചത്. അപ്പോഴാടാ നമ്മുടെ ചിത്ര ഈ കുറുക്കൻ്റെ തനി സ്വഭാവം മനസ്സിലാക്കുന്നത്. ചിത്രയാണെങ്കിലോ ഞാൻ എട്ടലോടുകൂടി ഇങ്ങനെ നിന്ന് കേൾക്കുകയാണ്. ഇതെന്തൊക്കെയാണ് ഈ ദീപു ചെയ്ത് കൂട്ടിയിരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ആലോചിക്കുമ്പം ചിത്രയ്ക്ക് ഭയങ്കര വിഷമമൊക്കെ ആയി കേട്ടോ. നിങ്ങൾ എന്തൊക്കെയാ മനുഷ്യ ഈ കൊച്ചിനെ പറഞ്ഞ് ധരിപ്പിച്ച് വെച്ചേക്കുന്നതെന്നൊക്കെ ചിത്ര ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കിനും നമ്മുടെ അനിരുദ്ധ് ദീപുവിനെ അടിച്ച് വെളിയിലിട്ട് നമ്മുടെ ദീപു ആണെങ്കിലോ, മോനെ എന്നെ തല്ലരുതെന്നും പറഞ്ഞ് ഇങ്ങനെ കൈ കാണിച്ച് നിൽക്കുമ്പോഴത്തേക്കിനും എന്താ നോക്കുമ്പം എതിർവശത്ത് തൻ്റെ ചേച്ചി ഇരിക്കുന്നു. അപ്പം ചേച്ചിയെ ഇവൻ കണ്ടെന്നും ചേച്ചി സത്യങ്ങളെല്ലാം അറിഞ്ഞ് തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ടാണ് അനിരുദ്ധിനെയും കൂട്ടി ഇവിടെ വന്നത് എന്നുള്ള കാര്യവും ദീപുവിന് ആ സമയത്താണ് മനസ്സിലാകുന്നത്. അപ്പൊ ദീപു മൊത്തത്തിൽ പെട്ടു. എന്തായാലും സുമിത്രയുടെ ചോദ്യം ചെയ്യലുകൾക്ക് മുന്നിൽ ദീപുവിന് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. ദീപു ഇതുവരെ ചെയ്തു കൂട്ടിയ ഓരോ കള്ളത്തരങ്ങളും ദീപുവിനെ ഏറ്റുപറയേണ്ടി വരും. സ്വന്തം ചോരയെ ചതിച്ചതാണല്ലോ. അതുകൊണ്ട് തന്നെ ദീപുവിന് ഇനി എന്ത് ശിക്ഷയാണ് നമ്മുടെ സുമിത്ര കൊടുക്കുന്നതെന്ന് കാത്തിരുന്ന് കാണാം. അപ്പം എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ച് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്